കേരളമെങ്ങും മലയാളികൾ മറ്റൊരു ഓണം ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ദില്ലിയിൽ നമ്മളുടെ പ്രിയപ്പെട്ട സഖാവിനുള്ള യാത്രയയപ്പിനാണ് ദില്ലി സമൂഹം ഒരുങ്ങുന്നത്. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇന്ന് ദില്ലി AKG ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. വസന്ത് കുഞ്ചിലെ യെച്ചൂരിയുടെ വസതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം 11 മണിയോടെയാകും AKG ഭവനിൽ എത്തിക്കുക. രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്തിമോപചാരം അർപ്പിച്ചേക്കും. വൈകിട്ട് 3 മണിവരെയാണ് AKG ഭവനിൽ പൊതുദർശനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള കേരള നേതാക്കൾ ദില്ലിയിൽ തുടരുകയാണ്. 3 മണിക്ക് വിലാപയാത്രയായി ദില്ലി എയിംസ് ആശുപത്രിയിലെത്തിക്കും. പിന്നാലെ എയിംസ് അനാട്ടമി വിഭാഗത്തിന് കൈമാറും. വിവരങ്ങളുമായി സീതാറാം യെച്ചൂരിയുടെ വീട്ടിൽ നിന്ന് VS രഞ്ജിത്തും AKG ഭവനിൽ നിന്ന് ശ്രീജിത്തും ചേരുന്നു തത്സമയം. VS രഞ്ജിത്ത്, ഇന്നലെ നമ്മൾ സീതാറാം യെച്ചൂരിയുടെ വീട് കാണിക്കുമ്പോൾ ആ വീടിൻ്റെ അവസ്ഥയെക്കുറിച്ച്, ആ വീട് എത്രമേൽ ചെറുതാണ് എന്ന് നമ്മൾ പറയുകയായിരുന്നു. ഇന്നിപ്പോൾ ഒരുപാട് പേർ രാവിലെ മുതൽ തന്നെ വീട്ടിലേക്ക് എത്തുന്നുണ്ടോ? ഒരുപാട് ആളുകൾക്ക് അവിടെ നിൽക്കാനോ നമ്മളടക്കമുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകർക്കാർക്കും ഈ ക്യാമറകൾ വെച്ച് ചിത്രീകരിക്കാനുള്ള ഇടമൊന്നും ആ വീട്ടിലില്ല. എപ്പോഴാണ് വീട്ടിൽ നിന്ന് വസന്ത് കുഞ്ചിൽ നിന്ന് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം AKG ഭവനിലേക്ക് കൊണ്ടുവരിക? VS രഞ്ജിത്ത്. ഡോക്ടർ വസന്ത് കുഞ്ചിലെ ഈ വീട്ടിൽ യഥാർത്ഥത്തിൽ പൊതുദർശനം ഉദ്ദേശിച്ചിട്ടില്ല. വളരെ അടുത്ത ആളുകൾ, ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം. ഇപ്പോൾ ഇന്നലെ ചന്ദ്രബാബു നായിഡു വന്നിരുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്നിരുന്നു, പ്രധാനപ്പെട്ട CPMൻ്റെ കേരളത്തിലെ നേതാക്കന്മാർ വന്നിരുന്നു എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഇവിടെ ഒരു പൊതുദർശനം ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ആരും രാവിലെ എത്തുന്നില്ല. ഇവിടെ രാവിലെ ഒരു 9 മണി 9:30 ഇവിടെ നിന്ന് ഭൗതിക ശരീരം AKG ഭവനിലേക്ക് കൊണ്ടുപോകും എന്നാണ് അറിയുന്നത്. അതിനുള്ള ആംബുലൻസ് അല്പസമയത്തിനകം എത്തും എന്നും അറിയുന്നു. ഇന്നലെ രാത്രി മുഴുവൻ സീതാറാമിൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഒപ്പം ഈ ഭൗതിക ശരീരം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ 11 മണി മുതലാണ് AKG ഭവനിൽ പൊതുദർശനം ഒരുക്കിയിട്ടുള്ളത്. വൈകിട്ട് 5 മണിക്ക് മുമ്പ് എയിംസിന് ഭൗതിക ശരീരം കൈമാറേണ്ടതുണ്ട്. അതിനു മുമ്പ് ചെറിയൊരു വിലാപയാത്ര ഉദ്ദേശിക്കുന്നു. എന്ന് പറഞ്ഞാൽ AKG ഭവനിൽ നിന്ന് ഈ എയിംസിലേക്കുള്ള യാത്രാമധ്യം ജന്തർ മന്ദർ ആ റോഡ് വരെ ഒരു വിലാപയാത്രയുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ ആംബുലൻസ് എയിംസിലേക്ക് നീങ്ങുക. എയിംസിലെ കുട്ടികൾക്ക് പഠിക്കാൻ പാഠമായി സീതാറാം യെച്ചൂരി മാറും, ചരിത്രത്തിൻ്റെ പാഠമായി സീതാറാം യെച്ചൂരി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. ഇന്നലെ ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഇവിടെ ഒരു പൊതുദർശന ചടങ്ങോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ആൾക്കൂട്ടം ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല. അതിനുള്ള സൗകര്യങ്ങളും ഈ ഫ്ലാറ്റിൽ ഇല്ല എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഏറ്റവും അടുത്ത ബന്ധുക്കളും മാത്രമാണ് ഈ ഘട്ടത്തിൽ ഇവിടെ ഈ ഫ്ലാറ്റിനകത്ത് ഉള്ളത്. സീതാറാം യെച്ചൂരിക്ക് പാർട്ടിയുടെ പതാക പതിച്ചുകൊണ്ടുള്ള പാർട്ടിയുടെ ഔദ്യോഗികമായുള്ള യാത്രയയപ്പ് ഇന്ന് AKG ഭവനിലായിരിക്കും. കേരളത്തിൽ നിന്നുള്ള നിരവധി നേതാക്കന്മാർ AKG ഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. വസന്ത് കുഞ്ചിലെ ഈ വീട്ടിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ ഭൗതിക ശരീരം ഈ AKG ഭവനിലേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VS രഞ്ജിത്ത്, ഇന്നലെ ഏറെ വൈകിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ അവിടെ നിന്നും കേരള ഹൗസിലേക്ക് മടങ്ങിയതല്ലേ വീട്ടിൽ നിന്നും? തീർച്ചയായിട്ടും അദ്ദേഹം വൈകിട്ട് 3:45 വിമാനത്തിൽ എത്തി. 4 മണി 4:30 തന്നെ അദ്ദേഹം കേരള ഹൗസിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടിരുന്നു. ഇവിടെ നിന്ന് രാത്രി ഏറെ വൈകി 8 മണി 8:30 ശേഷമാണ് അദ്ദേഹം തിരിച്ച് കേരള ഹൗസിലേക്ക് പുറപ്പെട്ടത്. അത്രയും നേരം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉണ്ടായിരുന്നു. മറ്റ് മന്ത്രിമാർ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇങ്ങോട്ട് എത്തിയിരുന്നു. അതുപോലെ K രാധാകൃഷ്ണൻ MP, CPMൻ്റെ പ്രമുഖരായിട്ടുള്ള പ്രബലരായിട്ടുള്ള നേതാക്കന്മാർ കേരളത്തിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ കേരള ഹൗസിലും അതിൻ്റെ അടുത്തൊക്കെ താമസിക്കുന്നു. ഇന്നലെ രാത്രി ആ നേതാക്കന്മാർ മുഴുവൻ ഇവിടേക്ക് ഉണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയിൽപ്പെട്ട മറ്റ് നേതാക്കന്മാർ, ചന്ദ്രബാബു നായിഡു നേരിട്ട് തന്നെ ആന്ധ്രയിൽ നിന്ന് ഈ കാര്യത്തിന് വേണ്ടി മാത്രം സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് മാത്രം ഡൽഹിയിലേക്ക് എത്തിയിരുന്നു. മമതാ ബാനർജിയുടെ ഒരു പ്രത്യേക അനുശോചന സന്ദേശം അവർ കൊടുത്തയച്ചിരുന്നു. അതുപോലെ JP നദ്ദ, BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇങ്ങോട്ട് നേരിട്ട് എത്തിയിരുന്നു. അദ്ദേഹം ഈ സീതാറാം യെച്ചൂരിയെക്കുറിച്ച് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി അവസാനം വരെ നിലകൊള്ളുകയും അതിൻ്റെ പ്രായോഗികവൽക്കരണത്തിന് വേണ്ടി അതിൻ്റെ ഒരു മൂർത്തിഭാവമായി നിലകൊള്ളുകയും ചെയ്തു എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം JP നദ്ദ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് തോന്നുന്നു. ആ ഫ്ലാറ്റിന്റെ സമുച്ചയം ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് തോന്നുന്നു. വളരെ നന്നേ ഇടുങ്ങിയ വഴിയിലൂടെ വന്ന് അല്ലേ, അത്ര വലിയൊരു പോഷായുള്ള അപ്പാർട്ട്മെന്റ് ഒന്നും അല്ല. നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം കൈമാറ്റം ചെയ്ത ഒരു പ്രോപ്പർട്ടിയാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സ്വത്തുക്കളൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. മുഴുനീള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. പാർലമെന്ററി കാലം 12 വർഷം ജീവിച്ചു. അതിൻ്റെ ഒരു ചെറിയ പെൻഷൻ മാത്രമാണ് അദ്ദേഹത്തിന് വരുമാനമല്ലേ?
തീർച്ചയായിട്ടും ഞാൻ ഈ ഫ്ലാറ്റിലേക്കുള്ള വഴി ഒന്ന് കാണിച്ചാൽ ഈ കാണുന്ന ഇടുങ്ങിയ ഒരു ചെറിയ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. ഈ സ്റ്റെയർ കേസിന് മുകളിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് ഉള്ളത്. സീമ എന്ന് പറഞ്ഞ പേരിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1544 ഈ കാണുന്ന നമ്പർ. അത് 1-ാം നിലയിൽ തന്നെയായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിലേക്കുള്ള വഴി എന്ന് പറയുന്നതും വളരെ ചുരുങ്ങിയതാണ്. വളരെ ചുരുങ്ങിയ 2 വഴികളാണുള്ളത്. ഒന്ന് ഈ കാണുന്ന ഭാഗത്ത് മുൻഭാഗത്തോടെയുള്ള ഒരു ചെറിയ ഇടുങ്ങിയ വഴിയുണ്ട്. അത് കാണിക്കാവുന്നതാണ്. ഈ ഫ്ലാറ്റ് ഇതിന് നിരവധി നമ്പറുകളുള്ള 1542 നിരവധി നമ്പറുള്ള ഫ്ലാറ്റാണ്. ഇതിൻ്റെ ഈ വഴിയാണ് ഒരു വഴി. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒരു വഴിയുണ്ട്. ഇങ്ങനെ 2 ഇടുങ്ങിയ വഴികളിലൂടെ വേണം ഇങ്ങോട്ടെത്താൻ. ഇന്നലെയൊക്കെ പ്രമുഖരായിട്ടുള്ള VIPs ഒക്കെ വരുമ്പോഴും ഈ പറയുന്ന വലിയൊരു സെക്യൂരിറ്റി സംവിധാനം, ഒരുപക്ഷെ പ്രധാനമന്ത്രി പോലും ഇങ്ങോട്ട് എത്താത്തതിൻ്റെ കാരണം ഈ ഭാഗത്ത് അങ്ങനെ ഒരു സെക്യൂരിറ്റി സംവിധാനം ഏർപ്പാടാക്കാനോ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വാഹനങ്ങൾക്ക് കടന്നു വരാനുള്ള സംവിധാനങ്ങളില്ല. നിരവധി ഫ്ലാറ്റുകളുള്ള ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലീസ് ഒക്കെ ഇവിടെ താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയമാണിത്. ഈ ഫ്ലാറ്റ് സമുച്ചയത്തിലേക്കും ഇവിടെ ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഫ്ലാറ്റുകളുണ്ട്. ഒരുപാട് ഫ്ലാറ്റുകളിൽ ഒന്നായിട്ട് ഈ സാധാരണക്കാർക്കിടയിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലികൾ താമസിക്കുന്ന ഈ ഫ്ലാറ്റിൽ അവരിൽ ഒരാളായി തന്നെ താമസിച്ചിരുന്ന ഒരു വലിയ ആർഭാടമില്ലാതെ മറ്റ് സൊസൈറ്റിയുടെ ഒരു ദേശീയ നേതാവ് എന്ന പ്രിവിലേജുകളൊന്നുമില്ലാതെ താമസിച്ച ഒരു മനുഷ്യനായിരുന്നു സീതാറാം യെച്ചൂരി.